തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സര ചിത്രം തെളിഞ്ഞു. പോരാട്ടച്ചൂടിൽ കേരളം. സംസ്ഥാനത്താകെ 72,005 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. കോൺഗ്രസിനും ബിജെപിക്കും വിമതരുടെ വൻ നിര. തിരുവനന്തപുരത്ത് കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ബിജെപി സ്ഥാനാർത്ഥിക്കും റിബൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള തീയതി അവസാനിച്ചതോടെ സംസ്ഥാനത്താകെ 72,005 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ജനവിധി തേടുന്നത്. 37,786 സ്ത്രീ സ്ഥാനാർത്ഥികളും 34,218 പുരുഷ സ്ഥാനാർത്ഥികളും ഒരു ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥിയുമാണ് മത്സരരംഗത്തുള്ളത്. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികളുള്ളത് വയനാട് ജില്ലയിലും. മത്സരചിത്രം തെളിഞ്ഞതോടെ കോൺഗ്രസിനും ബിജെപിക്കും വിമതരുടെ വൻ നിരയാണ്. തിരുവനന്തപുരത്ത് കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ബിജെപി സ്ഥാനാർത്ഥിക്കും റിബലുണ്ട്. നെടുമങ്ങാട് പനങ്ങോട്ടേലയിൽ ബിജെപി സ്ഥാനാർത്ഥിയായ ശാലിനി സനിലിനെതിരെ ശ്രുതിയും മത്സരരംഗത്തുണ്ട്. ആദ്യം സീറ്റ് വാഗ്ദാനം ചെയ്ത ശ്രുതി നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടും പത്രിക പിൻവലിച്ചില്ല. ഇതേ മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസിനെതിരെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് 3 വാർഡിൽ മത്സരരംഗത്തുണ്ട്. ബിജെപിക്ക് ഇവിടെ 5 വാർഡിൽ സ്ഥാനാർത്ഥികളില്ല. തലസ്ഥാന നഗരസഭയിൽ 8 വാർഡുകളിൽ യുഡിഎഫിന് വിമതരുണ്ട്. എം വിൻസെന്റിന്റെ കോവളം നിയോജക മണ്ഡലത്തിൽ എല്ലാ പഞ്ചായത്തിലും കോൺഗ്രസിന് വിമതരുടെ വൻ നിരയാണ്. സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് യുഡിഎഫ് സ്ഥാനാർത്ഥികൾക്കെതിരെ 5 ഒറ്റയ്ക്ക് മത്സരിക്കുന്നുണ്ട്. സമാനമായ തർക്കം മറ്റു ജില്ലകളിലും യുഡിഎഫിനും ബിജെപിക്കും തലവേദനയാകുന്നുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.